all. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ് പറയാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കാണാം. അപ്പോൾ ആദ്യം തന്നെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് ഡബിൾ ക്ലെൻസ് ചെയ്യില്ല. കാരണം നൈറ്റ് ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്യുന്നതുകൊണ്ട് ദർസ് നോ നീഡ് ഫോർ ഡബിൾ ക്ലെൻസിങ് അറ്റ് മോർണിംഗ്. പക്ഷെ നിങ്ങൾ നൈറ്റ് ചെയ്തില്ലെങ്കിൽ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യാം ഇഫ് യു ആർ യൂസിങ് കൊറിയൻ സ്കിൻ കെയർ. അപ്പോൾ ഡബിൾ ക്ലെൻസിങ് കൊറിയൻ സ്കിൻ കെയറിലാണ് വരുന്നത്. സോ ഓയിൽ വെച്ചിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഇഫ് യു ഹാവ് ടു നോ മോർ അബൌട്ട് ഡബിൾ ക്ലെൻസിങ്, there's a link in my channel. അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ വാച്ച് ഓവർ ദെയർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ക്ലെൻസിങ് അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഞാൻ എടുക്കുന്ന എൻ്റെ സ്കിൻ കണ്ടീഷന് ഈ സാലിസിലിക് ആസിഡ് വരുന്നതാണ്. ഡേം ഡോക്കിൻ്റെ 2% സാലിസിലിക് ആസിഡ് വരുന്നതാണ് എടുക്കുന്നത്. ഐ തിങ്ക് യു ക്യാൻ സീ ഇറ്റ് റൈറ്റ്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഗുഡ് ഫോർ മൈ സ്കിൻ കണ്ടീഷൻസ്. പോസിനും ഈ ബ്ലാക്ക് ഹെഡ്സിനും ഒക്കെ നല്ലതാണ്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിനൊക്കെ നല്ലതാണ്. സോ ദിസ് ഇസ് സോ ഗുഡ്. അപ്പം ഇതാദ്യമേ ഞാൻ ക്ലെൻസ് ചെയ്യും. ഇത് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടോണർ ഉപയോഗിക്കും, ചില മൂഡ് കാണില്ല. മനസ്സിലായ ഗേൾ തിങ്സ് എപ്പോഴും നമുക്ക് പല പല മൂഡായിരിക്കുമല്ലോ. പക്ഷെ ഇതെന്തായാലും യൂസ് ചെയ്യുന്നതായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ സി സെറം ആണ്. പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി ആണ്. യു ക്യാൻ സീ ഇറ്റ് റൈറ്റ്. ഇത് പ്ലം വൈറ്റമിൻ സി സെറം ആണ്. എല്ലാ സ്കിൻ ടൈപ്പ് എക്സെപ്റ്റ് സെൻസിറ്റീവ് സ്കിൻ എന്ന് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു വൈറ്റമിൻ സി സെറം യൂസ് ചെയ്തപ്പോൾ, ഏത് ബ്രാൻഡാണെന്ന് അറിയില്ല, ബട്ട് വൈറ്റമിൻ സി സെറം യൂസ് ചെയ്തപ്പോൾ പിമ്പിൾസ് വരാൻ തുടങ്ങിയെന്ന്. സോ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പോകരുത്. പാച്ച് ടെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ പണി കിട്ടും, ഉറപ്പാണ്. സോ ഇഫ് യു ആർ ബാക്കി സ്കിൻ ടൈപ്സ് നോർമൽ ഡ്രൈ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഏതായാലും ഉപയോഗിക്കുമ്പോൾ പലരുടെ സ്കിൻ പല കണക്കായിരിക്കും. സോ ബ്രേക്ക് ഔട്ട്സ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, ഇറ്റ്സ് ഡോണ്ട് ഇഗ്നോർ. അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അപ്പം ഇത് അടിപൊളിയാണ്. പ്ലമ്മിൻ നല്ലൊരു ബ്രാൻഡാണ്. സോ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്കിൻ കെയർ ചെയ്യാൻ ചില മടി ഉണ്ടാവും, അപ്പം ചെയ്യില്ല. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാറുള്ളതാണ്. ഓക്കെ, വൈറ്റമിൻ സി. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു മോയ്സ്ചറൈസർ. നെക്സ്റ്റ് സെഷൻ നമ്മൾ സെറം നല്ല അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ജെന്റ്ലി ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് വെക്കുക, നല്ലതായിരിക്കും. കാരണം സെറം ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഓക്കെ, കറക്റ്റ് മീ ഇഫ് 5 മിനിറ്റ്സ് നിങ്ങൾ വെക്കും. ഞാൻ 5 മിനിറ്റ്സ് വെക്കാറില്ല, ഇങ്ങനെയാണ് പറയുന്നത്. ഞാനൊരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. പിന്നെ ഇതൊന്നും ചെയ്യാൻ മൂടില്ലെങ്കിൽ ഫേസ് വാഷും മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സിയുടെ ഡോട്ട് ആൻഡ് കീയുടെ കണ്ടോ, ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ. ഇതിന് ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് ഒരു സിട്രസ് ഫ്രൂട്ടി സ്മെല്ലുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. സോ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇത് യൂസ് ചെയ്യണ്ട, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ബട്ട് ഐ ലവ് ദ സ്മെൽ. ഇതാണ്. പക്ഷെ ഇതൊരു ഭയങ്കര എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഓയിലി സ്കിന്നൊക്കെ നല്ലതാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ആണ് കുറച്ച് വലുത്. മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഭയങ്കര ചെറുതാണ്. നിങ്ങൾക്ക് എന്ത് ക്ലെൻസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ സെറ്റഫിലോ അല്ലെങ്കിൽ സിമ്പിളിൻ്റെ റിഫ്രഷിങ് ജെന്റിൽ ക്ലെൻസേഴ്സ് ഉപയോഗിക്കുക. കാരണം അതിനകത്ത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കുറവാണ്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ഒന്നും വരില്ല. ഓൾറെഡി നമ്മളുടെ സ്കിൻ ഒരുപാട് പൊല്യൂഷനും ഡേർട്ടും ഓയിലും ഒക്കെ എക്സ്പോഷർ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ചിലർക്ക് അത് പിടിക്കില്ല സ്കിന്നിന്. സോ ഗോ ഫോർ ജെന്റിൽ ക്ലെൻസ്. അതുകൊണ്ടാണ് ജെന്റിൽ ക്ലെൻസിങ് ആണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. മനസ്സിലായെങ്കിൽ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ ന്യൂ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ? ഓക്കെ, ബ്ലോ ഡ്രൈ ചെയ്തതിൻ്റെ ഇഫക്റ്റ് ആണ് ഇതെല്ലാം. ഓക്കെ, നമുക്ക് ഈ ലുക്ക് ഒന്ന് എലിവേറ്റ് ചെയ്യാം. ലെറ്റ്സ് പുട്ട് ദി ഷെയ്ഡ്സ് ഓൺ. Now we are talking. The last session. എൻ്റെ മുടി ഒന്ന് താഴെ ഇട്ട് കാണിക്കാനേ. ഇങ്ങനെയാണ് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തപ്പോൾ വന്നത്. ഇത് എനിക്ക് ഇഷ്ടമായി കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ലൈഫ് ഇസ് ടു ബോറിംഗ് ടു ഹാവ് എ സെയിം ഹെയർ ഓൾ 365 days അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് സ്കിൻ കെയർ മാത്രമാണോ ചോദിക്കുന്നതല്ല, ഞാൻ ഹെയർ കെയർ വീഡിയോയും ചെയ്യും. അപ്പോൾ my friend suggested me a product. Okay, my bae Anila has suggested me a product. പ്രോഡക്റ്റ് കിട്ടിയില്ല. കിട്ടുമ്പോൾ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ സാധനം വരുമ്പോൾ ഞാൻ എൻ്റെ കേർലി ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതുവരെ കേർലി ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഓൾറെഡി കേൾസ് ആയതുകൊണ്ട് ലേസി ആണല്ലോ. അപ്പോൾ സോ ഐ ഡിഡ്ന്റ് ഫൈൻഡ് ടൈം ടു സ്റ്റൈൽ ഇറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയായി വീണ്ടും കാണാം. ബൈ. Till then, take care.